കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP-യുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മുടെ ചെസ്സിലെ ചാമ്പ്യൻ ആയിട്ടുള്ള ഗുഹേഷ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന്റെ പിക്ചർ കാണിച്ചു വെച്ചിരിക്കുന്ന ഇത് കണ്ടോ? അദ്ദേഹത്തിന്റെ പിക്ചർ എടുത്തിട്ട് അത് വലിയൊരു വെട്ടി വലിയൊരു ക്രോസ് കട്ട് കൊടുത്തിരിക്കുകയാണ് അതിന്റെ പിക്ചറിന്റെ മുഖത്ത്. ഈ പിക്ചറിന്റെ മുഖത്ത് വലിയൊരു വെട്ട് കൊടുത്തിട്ടാണ് ഈ കക്ഷി പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ആ പിക്ചർ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഇതാണ് ആ പിക്ചർ. അപ്പൊ ഇത് എന്തിനാണ് ഈ വെട്ട് കൊടുത്തതെന്നുള്ളതിന്റെ ബാക്കി ഉള്ള സംഗതികളും കൂടെ നിങ്ങൾ കേട്ടോളൂ. ചെസ് എന്ന സാമൂഹിക വിപത്തിനെ ഇസ്ലാം എന്നേ തിരിച്ചറിഞ്ഞു. ആണോ? എല്ലാവരും ഗുഹേഷിന്റെയും ഇന്ത്യയുടെയും ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ്. തലങ്ങും വിലങ്ങും അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ഇടയിലും തിക്കിലും തിരക്കിലും എല്ലാം സമ്മതിച്ചു. പക്ഷേ ഇനി എന്ത്? അപ്പോ എന്തായാലും ഇന്ത്യക്ക് എന്താ പറയാ, ഒരു ആഹ്ലാദത്തിന്റെയും അഭിനന്ദനങ്ങളുടെയൊക്കെ ഒരു സമയമാണ് എന്നുള്ളത് സമ്മതിച്ചല്ലോ. അത് ഇന്ത്യ മഹാരാജ്യത്തിനാണ്, അല്ലാണ്ട് ഇസ്ലാം മതത്തിനല്ല കിട്ടിയിട്ടുള്ളത്. അതും കൂടെ ഞാൻ ഈ പറയുന്ന പോസ്റ്റ് മുതലാളിയോട് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ്. ഈ പോസ്റ്റ് മുതലാളി ആരാണെന്ന് നോക്കിയാല് ജാസർ ഷാഹുൽ എന്നാണ് ഈ പോസ്റ്റ് മുതലാളിയുടെ പേര്. ജാസർ ഷാഹുൽ. ഈ ജാസർ ഷാഹുൽ എന്ന് പറയുന്ന ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്, നമ്മുടെ ഭാരതത്തിന് അഭിമാനം നേടിത്തന്ന ഈ ഗുഹേഷ് എന്ന് പറയുന്ന ആ പയ്യനെ നമ്മൾ അഭിനന്ദിക്കുക. എല്ലാവരും കൂടെ അഭിനന്ദനം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണ്. കാരണം എല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിലാണ് അദ്ദേഹം ചെസ് ചാമ്പ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതിനെതിരെ എഴുതിയിട്ടുള്ള ഈ പറയുന്ന ജാസർ ഷാഹുലിന്റെ നിഗമനമാണ് ഞാനിപ്പോ വായിച്ചത്. ഇനി അടുത്തത്, എല്ലാം സമ്മതിച്ചു, പക്ഷെ ഇനി എന്ത്? അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടോ? എന്റെ പൊന്നെ, തള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് എന്തിനാ? ഗുഹേഷിന് തള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. കാരണം നമ്മൾ തള്ളാഹുവിന്റെ കൂട്ടത്തിൽ വരുന്ന ആൾക്കാരല്ലല്ലോ. നമ്മള് കാഫിറുകളല്ലേ. കാഫിറുകൾക്ക് എന്തിനാ ഈ തള്ളാഹുവിന്റെ അനുഗ്രഹം? അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഗുഹേഷിനെ ഈ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടോന്നാണ് ഈ ഡാഷുമോൻ ചോദിക്കുന്നത്. ഇനി അടുത്തത്, മരണശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ ചെസ് കളിച്ചതുകൊണ്ട് ഇളവുകൾ ലഭിക്കുമോ? ഇതിന്റെയൊക്കെ തലയ്ക്കകത്ത് കളിമണ്ണാണോ അതോ പന്നിക്കാട്ടമാണോ എന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. എനിക്കറിയാൻ പാടില്ല. ചെസ് കളിച്ചിട്ട് ഭാരതത്തിന് നേട്ടമുണ്ടാക്കി കൊടുത്ത് ഈ ഭാരതത്തിലെ ഇത്രയും അഭിമാന നിമിഷമായ സമയത്ത് ഈ പറയുന്ന ജാസർ ഷാഹുൽ ചിന്തിക്കുന്നതാണ്, ചെസ് കളിച്ചിട്ട് ഭാരതത്തിന് നേട്ടമുണ്ടാക്കി കൊടുത്തിട്ട് എന്ത് കാര്യം? തള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടോന്നാണ് ചോദ്യം. അടുത്തത്, മരണശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ ചെസ് കളിച്ചതുകൊണ്ട് ഇളവുകൾ ലഭിക്കുമോ? ഇവനെ ഈ മദ്രസയിൽ വിട്ടിട്ട് ജനിച്ച പാടെ ഈ മദ്രസയിലും വിട്ട് ഇവന്റെ തലയ്ക്കകത്തോട്ട് മതം മാത്രം കുത്തിക്കയറ്റി, കിതാബ് മാത്രം അടിച്ചു കയറ്റി, ആ കിതാബ് മാത്രം പഠിച്ച് ആ കിതാബിന്റെ എന്താ പറയാ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പുറത്തിറങ്ങിയവന്റെ ചിന്താഗതിയാണ് ഞാനിപ്പോ വായിച്ചത്. അതായത് കിതാബ് പഠിച്ചതിന്റെ യൂണിവേഴ്സിറ്റിയുടെ പ്രശ്നമാണ് ഇത് മുഴുവൻ. ഇല്ല എന്നതാണ് ഉത്തരം. പകരം അള്ളാഹുവിന്റെ കോപം നേരിടേണ്ടി വരികയും. എന്റെ അമ്മേ, നിങ്ങൾ എല്ലാവരും പേടിച്ചില്ലേ? നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു കുഴൽക്കിണറിന്റെ അടിയിൽ പെട്ടിട്ട് അല്ലെങ്കിൽ അതിൽ സ്റ്റെക്കായ ഒരുത്തനെ രക്ഷിക്കാൻ പറ്റാത്ത ദൈവം എന്ത് വാഴയ്ക്ക ഉണ്ടാക്കാനാണെന്ന് അദ്ദേഹം ചോദിച്ച അതേ ചോദ്യമാണ് തള്ളാഹു ഈ പറയുന്ന ലോകത്ത് നടക്കുന്ന ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ തള്ളാഹുവിന് ഈ പറയുന്ന ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇദ്ദേഹത്തിന്
അള്ളാഹു അനുഗ്രഹിച്ചില്ലെങ്കിൽ എന്ത് വാഴയ്ക്ക സംഭവിക്കാനാ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അടുത്തത്, ഇസ്ലാം വളരെയധികം വിമർശനാത്മക രീതിയിലാണ് ചെസ്സിനെ നോക്കിക്കാണുന്നത്. അതിന് ഞമ്മക്ക് എന്താ വേണ്ടത്? നമ്മളും തള്ളാഹുമായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ. നമ്മൾ പാവങ്ങള് അമുസ്ലിങ്ങളാണ്, നമ്മള് തള്ളാഹുവിന്റെ വഴിക്കേ പോകുന്ന ആളല്ല, നമ്മളെ ഒരു കിതാബും വെച്ചിട്ട് നമ്മളെ കെട്ടിയിടുന്നില്ല, നമ്മൾ കിതാബിന്റെ വഴിക്ക് പോകുന്ന ആൾക്കാരെയല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ഈ ചെസ്സില് ഗുഹേഷ് ജയിച്ചതും ഈ പറയുന്ന സംഗതിയും തമ്മിൽ എന്ത് ബന്ധമാണ്? ഇനി അടുത്തത്, ഒരിക്കൽ ഖലീഫ അലി ചെസ് കളിക്കുന്ന ചിലരെ കണ്ടപ്പോൾ അവരോട് അതിനെപ്പറ്റി ചോദിച്ചു. ശേഷം കളിക്കാൻ ഉപയോഗിക്കുന്ന കരുക്കളെ വിഗ്രഹങ്ങളോട് താരതമ്യം ചെയ്യുകയും ചെയ്തു. ചെസ്സിനെ പറ്റി അലി പറഞ്ഞതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്നതാണ് ഇമാം അഹമ്മദ് പറയുന്നത്. അത് ഇമാം അഹമ്മദും കൂട്ടുകാരും കൂടെ പറഞ്ഞുകൊണ്ടിരുന്നാ പോരെ? നമ്മുടെ തലയ്ക്ക് അടിച്ചേൽപ്പിക്കുന്ന എന്തിനാ? എനിക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ചെസ്സിൽ ജയിച്ചിട്ടുള്ള ആ പയ്യനും ഈ ഇസ്ലാമും തമ്മിൽ എന്താണ് ബന്ധം? ഇവന്മാർക്ക് എന്താ തലയ്ക്ക് വെളിവില്ലാതായോ അതോ തലയ്ക്ക് ഭ്രാന്തായോ? എനിക്ക് മനസ്സിലാവുന്നില്ല. സുഹാബിയായ അബ്ദുള്ള ഇമ്മൻ ഉമർ പറഞ്ഞത് ചൂതാട്ടത്തെക്കാൾ മോശമായ ഒന്നാണ് ചെസ് കളി. ഓക്കെ, നിങ്ങൾ കളിക്കണ്ട. എന്റെ പൊന്നാര ആൾക്കാരെ, നിങ്ങൾക്ക് ചെസ് കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കളിക്കണ്ട. നിങ്ങളെ ആരെങ്കിലും കളിപ്പിക്കാനായിട്ട് വരുന്നുണ്ടോ? ചൂതാട്ടം. അതുപോലെ മറ്റൊരു സഹാബിയായ അബു മൂസ അൽ ഷപ്പ് അൽ അഷ് അരി ചെസ്സിനെ പറ്റി പറഞ്ഞത് ഇപ്രകാരമാണ്: പാപികൾ മാത്രം കളിക്കുന്ന കളിയാണ് ചെസ്. ശരി, ഞങ്ങൾ പാപികൾ കളിച്ചോളാം, നിങ്ങൾ പുണ്യാളന്മാര് കളിക്കാൻ വരണ്ട. അത്രയുള്ളൂ. നിങ്ങളെ ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്നുണ്ടോ? ഈ പറയുന്ന സുഹാബിയോ അല്ലെങ്കിൽ അഷരിച്ച സുഹാബിയ അബ്ദുള്ള ഇമനൊന്നും ആരെങ്കിലും ചെസ് കളിക്കാൻ വിളിച്ചോ? അതോ ഈ പറയുന്ന പോസ്റ്റ് മുതലാളി ചെസ് കളിക്കാൻ വിളിച്ചോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അടുത്തത്, ചൂതാട്ടം ഹറാമാണെന്നതിൽ സംശയമില്ല. അത് കളിക്കുന്നവർ അള്ളാഹുവിന്റെയും അദ്ദേഹത്തിന്റെ റസൂലിനെയും ധിക്കരിച്ചിരിക്കുന്നു എന്ന്, അത് കളിക്കുന്നവൻ അള്ളാഹു നിഷിദ്ധമാക്കിയ പന്നിയിറച്ചി കഴിച്ചവനെ പോലെയാണെന്നും എന്നൊക്കെയുള്ള സഹിയായ ഹദീസുകൾ ഉള്ളപ്പോൾ അതിലും വൃത്തികെട്ട കളിയായ ചെസ്സിനെ പറ്റി പ്രത്യേകം പറയേണ്ടതുണ്ടോ? അടുത്തത്, മദ്ഹബിന്റെ പണ്ഡിതന്മാരായ ഇമാം അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹമ്മദ് എന്നിവരെല്ലാം ചെസ്സിനെ ഹറാമായിട്ടാണ് കാണുന്നത്. ആയിക്കോട്ടെ, അതിന് നമ്മളെന്താ വേണ്ടത്? അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇമാം ഇബൻ ഖുദാമ മുഖിനി, ഇമാം ഇബൻ ഖയ്യിം അൽ ഖസൂരി, ഇമാം അൽ ഖദി ഖബറിലും ചെസ്സിനെ അനുകൂലിക്കുന്നില്ല. എന്റെ പൊന്നാര മനുഷ്യരെ, നിങ്ങൾ ആരും ചെസ്സിനെ അനുകൂലിക്കേണ്ട. നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ കളിക്കണ്ട. നിങ്ങൾക്ക് താല്പര്യമുള്ള പല വിഷയങ്ങളുണ്ടല്ലോ, നിങ്ങൾ ആ കളികൾ കളിച്ചാൽ മതി. നിങ്ങൾ എന്തിനാ ചെസ് കളിക്കാൻ വരുന്നത്? ഒന്നാമത് ചെസ് കളിക്കുന്നത് തലച്ചോറുള്ളവന് പറഞ്ഞിട്ടുള്ളതാണ്. ചെസ് കളിക്കുന്നത് തലച്ചോറുള്ളവന് പറഞ്ഞിട്ടുള്ളതാണ്. അല്ലാണ്ട് ഇയാളെ പോലുള്ള മനുഷ്യർക്ക് പറ്റിയിട്ടുള്ളതല്ല ഈ സംഗതികളൊന്നും. അത് ബുദ്ധിയുള്ളവർ കളിക്കുന്ന കളിയാണ്. അത് ബുദ്ധിയും വൈഭവവുമുള്ള നല്ല കൂർമ്മ ബുദ്ധിയുള്ള മനുഷ്യർ കളിക്കുന്ന കളിയാണ് ചെസ്. അത് ബുദ്ധിയുള്ളവന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ. അത് കണ്ടിട്ട് നിങ്ങൾ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? നിങ്ങൾ അതിൽ ബുദ്ധിമുട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? തലച്ചോറ് കൊണ്ട് കളിക്കേണ്ട കളിയാണ്. ലിംഗം കൊണ്ട് കളിക്കുന്ന ആൾക്കാർക്ക് കളിക്കാൻ പറ്റിയ കളിയല്ല അത്. ഞാൻ പറയുന്നത് കൊണ്ടൊന്നും പറയരുത്. കാരണം ഇതേ പറയാൻ നിവൃത്തിയുള്ളൂ. അല്ലാതെ ഈ മദ്രസ പൊട്ടന്മാരോടൊക്കെ എന്തു പറഞ്ഞിട്ടാ മനസ്സിലാക്കുക? ഇതുപോലുള്ള യുവാക്കളെയാണ് ഈ മദ്രസകൾ പടച്ച് പുറത്തേക്ക് വിടുന്നെന്നുണ്ടെങ്കിൽ ഈ ലോകം അവസാനിക്കാനായിട്ട് വല്ല വഴിയുണ്ടോ? ഇവൻ എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? ഗുഹേഷ് കളിച്ചു ഭാരതത്തിന് വേണ്ടിയിട്ട്, ചെസ്സില് അയാള് കിരീടം നേടി. അത് അദ്ദേഹത്തിനെ മാനിക്കുന്ന വിഷയങ്ങളാണ്, അദ്ദേഹത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അതിൽ ഈ പറയുന്ന ജാസർ ഷാഹുലിന് എന്താ പ്രശ്നം എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ജാഹർ ഷാഹുൽ പറയുന്നത് തള്ളാഹുവിന് താല്പര്യമില്ലാത്ത കളിയാണ് ചെസ്. ഓക്കെ, നിങ്ങൾ തള്ളാഹുവിന്റെ കളി കളിക്കാൻ പോയാൽ മതി. തള്ളാഹുവിന് താല്പര്യമുള്ള കളികൾ നിങ്ങൾ കളിച്ചു. നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. പിന്നെ ഇയാൾക്ക് എന്താണ് കുഴപ്പം? മനസ്സിലാവുന്നില്ല. എന്നിട്ട് ആ പയ്യന്റെ മുഖത്ത് ഫോട്ടോ എടുത്തിട്ട് ആ പയ്യന്റെ മുഖത്ത് വെട്ടിയിട്ടിട്ട് ആ പയ്യന്റെ ഫോട്ടോ നോക്കൂ, കാണിച്ചു കൊടുത്തിരിക്കുന്ന ഒരു വെട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചുവന്ന മഷി കൊണ്ട് ആ പയ്യന്റെ മുഖം എടുത്ത് വെട്ടിയിട്ടിരിക്കുക. എന്ത് തോന്നിവാസമാണ് ഇവര് കാണിക്കുന്നത്? ഒരു മനുഷ്യന്റെ ഫോട്ടോ എടുത്തിട്ട് ഇതുപോലെ വെട്ടാനൊക്കെ ആരാ ഇവന് അധികാരം കൊടുത്തത്? എന്നിട്ട് അതിന്റെ ഇടയിൽ ലൈക്ക് ചെയ്യാനായിട്ട് കുറെ പൊട്ടന്മാര് വേറെ. അപ്പൊ ഇതാണ് ഇവരെ ഈ കിതാബിൽ എഴുതി വെച്ചതാണ്. ഇവര് ഇതേപോലെ മനപ്പാടമാക്കിയിട്ട് തലയ്ക്കകത്തോട്ട് തലച്ചോറിലോട്ട് കയറ്റിയിട്ട് കളിമണ്ണോ പന്നിക്കാട്ടോ നിറച്ച തലച്ചോറും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ സമൂഹം ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരില്ലേ നാളെ? നമ്മുടെ ഭാരതത്തിന് നേട്ടമുണ്ടാക്കുന്ന ഏത് തരത്തിലുള്ള ഗെയിമുകളാണെങ്കിലും ഏത് തരത്തിലുള്ള സ്പോർട്സ് ആണെങ്കിലും നമുക്കത് അഭിമാനത്തിന്റെ നേട്ടമല്ലേ? അഭിമാനത്തിന്റെ സമയമല്ലേ?
നമ്മുടെ നാട്ടിലുള്ള എല്ലാ മനുഷ്യരും അംഗീകരിച്ച് ആ പയ്യനെ വാനോളം പുകഴ്ത്തി അഭിനന്ദനം കൊണ്ട് മൂടിക്കൊണ്ട് നടന്ന സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ ഇരിക്കുന്ന ഈ സമയത്ത് ഇവനെ പോലുള്ള മദ്രസ പൊട്ടന്മാര് പറയുന്ന വർത്തമാനം കേട്ടാലുണ്ടെങ്കിൽ എന്താണ് ഈ നാട് എവിടേക്കാണ് പോകുന്നത്? ഒരു പ്രത്യേക മതവിഭാഗമാണ്, സമ്മതിച്ചു, ശരി, അത് തള്ളാഹുവിന് താല്പര്യമില്ലാന്ന്. എടോ, തള്ളാഹു അല്ല ഇവിടെ, ഇവിടെ വേറെ ബാക്കി ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ഒന്നും നിങ്ങൾ മനുഷ്യരായിട്ട് കണ്ടിട്ടില്ലേ? ഒരു കിതാബിൽ എഴുതി വെച്ചു എന്നാണ് പറയുന്നത്. കിതാബിൽ എഴുതി വെച്ചാൽ കിതാബിൽ എഴുതി വെച്ചത് മാത്രമാണോ? നമ്മൾ ഈ കിതാബ് എന്നാ ഉണ്ടായത്? ബുക്കുകൾ എന്നാ ഉണ്ടായത്? പുസ്തകങ്ങൾ എന്നാ ഉണ്ടായത്? ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ച് അവൻ അവന്റെ അറിവുകളെ കൊണ്ടും അവനവന്റെ തിരിച്ചറിവുകളെ കൊണ്ടും എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും മനസ്സിലാക്കി പഠിച്ചും അതിനെതിരെ ബോധങ്ങൾ വന്ന് അതേ പേപ്പർ അച്ചടിക്കാനും ആ പേപ്പറിൽ എഴുതാനും അതിന്റെ മഷി കണ്ടുപിടിക്കാനും അതിന്റെ പേന കണ്ടുപിടിക്കാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വന്നതിന് ശേഷമാണ് ഇവിടെ പുസ്തകങ്ങൾ എഴുതാനായിട്ട് തുടങ്ങിയത്, അല്ലേ? അപ്പൊ അന്ന് മുതലാണല്ലോ പുസ്തകങ്ങളുടെ ജനനം ഉണ്ടായത്. അപ്പോ ഈ പുസ്തകങ്ങളൊക്കെ ഈശ്വരൻ വന്നിട്ടാണോ എഴുതി വെച്ചു എന്ന് പറയുന്നത്? അപ്പൊ നമ്മൾ ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം വന്ന പുസ്തകങ്ങളിൽ എന്താണോ എഴുതി വെച്ചത് അത് നമ്മുടെ തിരിച്ചറിവുകൾക്കനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കി, തള്ളേണ്ടത് തള്ളി, കൊള്ളേണ്ടത് കൊള്ളിയിട്ട് അങ്ങനെയല്ലേ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന സമൂഹത്തില് ഇപ്പൊ ഈ പറയുന്ന ഇത്രയും പരിഷ്കൃതമായ സമൂഹത്തിൽ വന്നിട്ടാണ് ഈ പറയുന്ന ഒരു വിഭാഗക്കാർ വന്നിട്ട് പറയാണ് കിതാബിൽ എഴുതിയതാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ വേദവാക്യം എന്ന്. കിതാബിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കിതാബ് മാത്രം അരച്ച് കലക്കി കുടിച്ച്, കിതാബ് മാത്രം തലയ്ക്കകത്ത് ഏറ്റി, തലയ്ക്കകത്ത് പന്നിക്കാട്ടവും കളിമണ്ണും നിറച്ച് അതുകൊണ്ട് ആ മദ്രസ പൊട്ടന്മാർ ഇതേപോലുള്ള സമൂഹത്തിലും ഇതേപോലുള്ള വിപത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം ബുദ്ധിയുള്ളവനായിരിക്കും ചെസ് കളിക്കുന്നത്? അവൻ അവന്റെ തലച്ചോറ് ഉപയോഗിച്ചിട്ടാണ് കളിക്കുന്നത്. അത് തള്ളാഹുവിന് താല്പര്യമില്ലാന്ന്. വേണ്ട, നീ കളിക്കേണ്ട, താല്പര്യമില്ല, ഉള്ളവര് കളിക്കട്ടെ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇല്ലേ? നിനക്ക് മദ്രസ പൊട്ടനാവാനായിട്ട് തന്നിട്ടുള്ള അതേ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ചെസ് കളിക്കാനും കൊടുത്തിട്ടുണ്ടല്ലോ. നീ മദ്രസ പൊട്ടനാവാൻ തീരുമാനിച്ചാൽ നിന്നെ ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ മദ്രസ പൊട്ടനായിട്ട് തന്നെയാണ് അവസാനിക്കുള്ളൂ. ശരി, നീ അങ്ങനെ ആവ്. പക്ഷെ നീ നിന്റെ വഴിക്ക് എല്ലാവരും വരണമെന്ന് ചിന്തിച്ചാൽ അതെങ്ങനെ ശരിയാവുന്നത്? ബാക്കി പറയുന്ന കോടാനുകോടി ജനങ്ങളൊക്കെ എവിടെ പോവും? എന്താണെന്ന് നോക്ക്. ഓരോ ദിവസവും നമുക്കിത് കാണുമ്പോൾ ലോക കോമഡി ആയിട്ട് തോന്നുകയാണ്. ഈ പ്രാകൃത മതം, അതായത് കൂടുതൽ ചെറുപ്പക്കാർ മുന്നോട്ട് വന്നിട്ട് അവര് ഈ പരിഷ്കൃത സമൂഹത്തിൽ ഗൾഫ് രാജ്യങ്ങളടക്കം എല്ലാ മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിലടക്കം ഇന്ന് കഴിഞ്ഞു പോകുന്നത്. ഈ ഇട്ടാവട്ടത്തിൽ കേരളത്തില് ഈ എന്താ പറയാ, ഈ പ്രാകൃത സമൂഹം, ഈ വളർന്നു വരുന്ന പുതിയ തലമുറ വരെ ഈ മദ്രസയ്ക്കകത്ത് പോയിട്ട് ഈ മദ്രസ പൊട്ടന്മാരുടെ വർത്തമാനം പറഞ്ഞാൽ അവര് തമ്മിൽ പറഞ്ഞാൽ പോരെ? മറ്റുള്ളവരെ പറയേണ്ട കാര്യം എന്താ? ഗുഹേഷും ഈ മദ്രസ പൊട്ടനും തമ്മിൽ എന്താ ബന്ധം? അല്ലെങ്കിൽ ഗുഹേഷും തള്ളാഹുവും തമ്മിൽ എന്താ ബന്ധം? അതിന്റെ ആവശ്യം എന്താ? തള്ളാഹുവിന് താല്പര്യമില്ല, അല്ലെങ്കിൽ ഗുഹേഷിന് വേണ്ടി ഇപ്പൊ 72 ഹൂറികളെ കൊടുക്കണ്ടോ? ഗുഹേഷ് ചെസ് കളിച്ചു, ചെസ്സില് എന്താ പറയാ, ഭാരതത്തിന് വേണ്ടിയിട്ട് ചെസ് കളിച്ചു. ഗുഹേഷ് ഏറ്റവും വലിയ വിജയിയായി. ശരി, അപ്പൊ തള്ളാഹുവിന് താല്പര്യമില്ലാന്ന് ചെസ് കളി. ശരി, തള്ളാഹുവിന് താല്പര്യമുള്ള 72 ഹൂറികളെ കൊടുക്കണ്ട ഗുഹേഷിന് വേണ്ടായിരിക്കും. അതായിരിക്കും ഗുഹേഷ് ചെസ് കളിക്കാൻ പോയത്. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യവുമില്ലാതെ ഒരു കാര്യങ്ങളെ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന കണ്ടോ? പറഞ്ഞ് മനുഷ്യനെ കൺഫ്യൂഷൻ ആക്കുന്ന കണ്ടോ? ഇതൊരു പൊതുസമൂഹത്തിലാണ് ഇത് വിളിച്ചു പറയുന്നത്. എല്ലാവരുടെ മുമ്പിലും വിളിച്ചു പറയുമ്പോൾ അത് കണ്ടിട്ട് ലൈക്ക് അടിക്കാനായിട്ട് കുറെ മദ്രസ പൊട്ടന്മാര് പിന്നാലെ വേറെ. ഇവരുടെ ചിന്താഗതികള്, ഈ പ്രാകൃത സമൂഹത്തിന്റെ ചിന്താഗതികള്, ഞാൻ ചിന്തിച്ചത് ചെറുപ്പക്കാരായിട്ടുള്ള സമൂഹം, യങ്ങസ്റ്റ് ഉള്ള പിള്ളേരുകള്, സാധാരണക്കാർ വരുമ്പോൾ അവര് സമൂഹത്തില് മാന്യമായിട്ട് ചിന്തിക്കാൻ പഠിക്കുന്ന ചിന്തിച്ചത് അല്ല. ഇതിന് ഈ പറയുന്ന പോലെ ഒന്നിനൊന്ന് മെച്ചമാണ്. ഇതിലൊരു മാറ്റം വരാൻ പോണില്ല. ഇത് കൂടുതൽ വിപത്തിലേക്ക് പോവുകയാണ്. സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്. സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്നവരെ കരിവാരി തേക്കുകയാണ്. മാന്യമായി ജീവിക്കുന്നവരെ വരെ ഇവന്മാര് പിന്നെ അഡിക്റ്റഡ് ആണ്. 72 ഹൂറികളെ കിട്ടാൻ വേണ്ടിയിട്ട് ഇരുമ്പിന്റെ ഉറയും തൂക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ സലീം കുമാറിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നില്ലേ? കഴിഞ്ഞ ദിവസം സലീം കുമാറിന്റെ വീഡിയോ കണ്ടതില് അതിൽ ഇതേ പറയുന്ന പോലെ ലിംഗത്തിന് ഉറയിട്ട് വെച്ചുകൊണ്ടാണ് ഇവന്മാർ നടക്കുന്നത്. കാരണം സ്വർഗത്തിൽ ചെന്നാൽ 72 ഹൂറികളെ കിട്ടണ്ടേ? ഇത് കിതാബിൽ എഴുതി വെച്ചതാണ്. എന്തായാലും ആ കിതാബ് എഴുതിയവൻ അതിനകത്ത് ഇനിയിപ്പം ടോയ്ലറ്റിൽ പോയാൽ കഴുകാൻ പാടില്ല എന്നൊന്ന് എഴുതി വെച്ചെങ്കിൽ അത് അതുപോലെ ഫോളോ ചെയ്തേനെ. ഭാഗ്യം.
അതെന്തായാലും ഉണ്ടായില്ല. അപ്പൊ കിതാബിൽ എന്ത് പൊട്ടത്തരമാണോ എഴുതി വെച്ചത്, ആ പൊട്ടത്തരങ്ങൾ അതുപോലെ എടുത്ത് വിഴുങ്ങി അതും തലയിൽ ചുമന്നുകൊണ്ട് സമൂഹത്തിലെ കുത്തിത്തിരിപ്പുണ്ടാക്കി, വിഭിന്നതയുണ്ടാക്കി, ആര് സന്തോഷിക്കുമ്പോഴും ആ സന്തോഷത്തിനിടയിൽ വെറും വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങൾ, ചിന്താഗതികൾ മാത്രം അടിച്ചേൽപ്പിച്ച് അവരുടെ വഴിക്ക്, അവർ ചിന്തിക്കുന്ന അവരുടെ അതേ പൊട്ടത്തരങ്ങൾക്ക് അവരുടെ വഴിക്ക് ചിന്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുക മറ്റൊരു സമൂഹത്തിനെയും കൂടിയിട്ട്. അതാണ് ചെയ്യുന്നത്. അവരവരോ പൊട്ടന്മാരാണ്, മദ്രസ പൊട്ടന്മാരാണ്. ഈ മദ്രസ പൊട്ടന്മാർ ചെയ്യുന്ന, സമൂഹത്തിൽ ചെയ്യുന്ന വിപത്താണ് ഞാൻ ഈ പറയുന്നത്. മറ്റുള്ളവരെയും കൂടെ വഴിതെറ്റിക്കുക. അപ്പൊ എന്തായാലും ഗുഹേഷിന് ഭാരതത്തിന് വേണ്ടി കളിച്ചതാണ്, ഭാരതത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വിജയിയായതാണ്. ഞങ്ങൾക്ക് ഭാരതീയർക്ക് അത് വാനോളം അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതിന് ജാസർ ഷാഹുല് പിന്നെ വെള്ളം ചൂടാക്കണ്ട. ജാസർ ഷാഹുല് 72 ഹൂറികളെ കിട്ടാനായിട്ട്, പുണ്യവാനായിട്ട് ഈ പറയുന്ന കിതാബ് പറയുന്ന വഴിക്ക് മാത്രം നടന്നാൽ മതി. മറ്റുള്ളവരെ അതിലേക്ക് പ്രാപ്തരാക്കണ്ട. 72 ഹൂറികളെ കിട്ടുന്നവരെ ഒരു ഇരുമ്പ് കവചവും ലിംഗത്തുമ്മ ഇട്ടിട്ട് താൻ നടന്നോ, നമുക്കൊരു പ്രശ്നവും. അത് തന്റെ വിശ്വാസം തന്നെ നയിക്കട്ടെ, തന്റെ വിശ്വാസം തന്നെ നയിക്കട്ടെ. പക്ഷെ അത് മറ്റുള്ളവർക്കൊക്കെ ഗുഹേഷ് ചെസ് കളിച്ചാൽ തല്ലാഹുവിന് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുറച്ച് കടന്ന കൈയല്ലേ, അതൊക്കെ കുറച്ച് ഓവറല്ലേ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് എന്താ പറയാ, നമ്മൾക്കൊരു ഭരണഘടനയുണ്ട്. ഞങ്ങൾ കിതാബിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരല്ല. ഗുഹേഷ് അടക്കം ചെസ് കളിയാണെങ്കിലും മറ്റെന്ത് പിന്നെ സ്പോർട്സ് ആണെന്നുണ്ടെങ്കിലും ഞങ്ങള് ഇന്ത്യൻ ഘടനയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പൊ ആ ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യൻ ഭരണഘടനയാണ് മുഖ്യം, കിതാബല്ല. അത് ഞാനൊന്ന് ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ലൈവ് ചെയ്തത്. ഞങ്ങള് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ഞങ്ങൾ യാതൊന്നും ചെയ്യില്ല. ഞങ്ങൾക്ക് അതാണ് ഏറ്റവും മൂല്യമായ പിന്നെ ജീവിത രീതി. ഞങ്ങൾ അതനുസരിച്ചിട്ടാണ് ഭാരതത്തിൽ ജീവിക്കുന്നത്. ഭാരതത്തിൽ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്കനുസരിച്ച് ഭാരതത്തിൽ ജീവിക്കുന്നവരെല്ലാവരും ജീവിച്ചേ പറ്റുള്ളൂ. അത് ഏത് മദ്രസ പൊട്ടനായാലും ശരി. ആ നിയമങ്ങൾക്ക് അപ്പുറമായിട്ട് പോവാനായിട്ട് ഒരാൾക്കും സാധിക്കില്ല. പിന്നെ സ്വന്തം പ്രാകൃത രീതി അത് ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ വരണ്ട. ഞങ്ങൾക്ക് തല്ലാഹു വേണ്ട, ഞങ്ങൾക്ക് സ്വർഗം വേണ്ട. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് അവസാനിക്കുന്ന കാലയളവ് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. പിന്നെ സ്വർഗത്തിൽ ചെന്നിട്ട് അവിടെ ഹൂറിയുണ്ടോ, ഹൂറനുണ്ടോ, എത്ര ഹൂറന്മാരുണ്ട്, എത്ര ഹൂറിയുണ്ടെന്നൊന്നും നമുക്ക് വേണ്ട. അതൊക്കെ നിങ്ങളുടെ ഇമാജിനേഷൻ കഥകളാണ്. ആ സ്റ്റോറി കഥകളിൽ നിങ്ങൾ ജീവിച്ചാൽ മതി. നമ്മളെ അതിന് നിർബന്ധിക്കരുത്. നമുക്ക് അങ്ങനെ ഒരു ലോകമേ ഇല്ല. നമുക്ക് അങ്ങനെ സ്വർഗവുമില്ല, നരകവുമില്ല. നമ്മൾ ഈ ഭൂമിയിലാണ്. സ്വർഗമാണെങ്കിലും നരകമാണെങ്കിലും ഈ ഭൂമിയിലാണ്. ഇവിടെ തീർന്നാൽ ഇവിടെ തീർന്നു, ഇതോടുകൂടി അവസാനിച്ചു. പിന്നെ ഈ പറയുന്ന പോലെയുള്ള ഈ മേലോട്ട് പോയിട്ട് അവിടെ ചെന്ന് സ്വർഗത്തിൽ ചെന്നിട്ട് എന്തൊക്കെ കിട്ടും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് തൽക്കാലം അത്യാവശ്യമില്ല. നമ്മൾ അതിനെക്കുറിച്ച് ബോധേഡല്ല. അപ്പൊ നമ്മുടെ അഭിമാനമാണ് ഇന്ത്യക്ക് കിട്ടുന്ന ഓരോ നേട്ടങ്ങളും, ഭാരതീയർക്ക് കിട്ടുന്ന ഓരോ നേട്ടങ്ങളും ഞങ്ങൾ ഭാരതീയരുടെ അഭിമാനമാണ്. ഗുഹേഷ് എന്ന് പറയുന്ന ആ പയ്യനും ഞങ്ങളുടെ ആത്മാഭിമാനം വാനോളം ഉയർത്തിയതാണ്. ഗുഹേഷിന് എന്റെ വക എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും. ഇനിയും ഒരുപാട് തലങ്ങളില് കൈയടക്കാനും കീഴടക്കാനും പറ്റട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഞാനും ആ കുട്ടിയെ അഭിനന്ദിക്കുന്നു. എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളാണ് ഗുഹേഷിന്. അപ്പൊ ഇതുപോലുള്ള മദ്രസ പൊട്ടന്മാര് ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പുകള് എനിക്ക് നിങ്ങളോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇനിയിപ്പം ഇതൊക്കെ തല്ലാഹുവിന് ഇഷ്ടപ്പെടുമെന്നുള്ളതും എനിക്കറിയില്ല. എനിക്ക് എന്ത് പിന്നെ സ്വർഗം കിട്ടുമോ നരകം തരുമെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് തിരിച്ചു വന്ന ആരോടെങ്കിലും ചോദിക്കാം സ്വർഗം ഉണ്ടോ നരകം ഉണ്ടോ എന്നൊക്കെ. അവന്മാര് പറയട്ടെ. 72 ഹൂറിമാരുടെ കൂടെ കിടന്ന് ക്ഷീണിച്ച അവശരായ ഏതെങ്കിലും പിന്നെ ആൾക്കാരെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ പറയണം. അപ്പം എനിക്കൊന്ന് ചോദിച്ചറിയാനാ. അതൊരു ഉപകാരം ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോസ്റ്റ് ഇടുന്ന പോസ്റ്റ് മുതലാളിമാര്, ഈ പറയുന്ന ജാസർ ഷാഹുൽ എന്ന് പറയുന്ന പിന്നെ പോസ്റ്റ് മുതലാളി തന്നെ പറയണം, സ്വർഗത്തിൽ പോയിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം. എനിക്കും അത് അറിയാനായിട്ട് ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പൊ അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അപ്പൊ അതിനനുസരിച്ച് ഇതുപോലെ ചെസ്സുകളിയൊക്കെ നിർത്തി, സ്പോർട്സ് ഒക്കെ നിർത്തി തല്ലാഹുവിന്റെ വഴിയിൽ കൂടെ പോകാനായിട്ട് പറ്റുമെന്ന് ഞാനും കൂടി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. കിട്ടിയവരും കേട്ടവരും ഒക്കെ പറയണേ. നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ കേട്ടോ. അപ്പൊ ശരി. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. നിങ്ങളില് എന്താ പറയാ, സപ്പോർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പൊട്ടത്തരങ്ങൾ നാട്ടില് പിന്നെ സ്പ്രെഡ് ചെയ്യുന്ന മനുഷ്യരുടെ പൊട്ടത്തരങ്ങൾ തിരിച്ചറിയുക, അതിലൊന്നും പോയിട്ട് പെടാതിരിക്കുക. അങ്ങനെ ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഒക്കെ നല്ല കട്ട സംഖ്യകളല്ലേ.
അപ്പൊ അതുകൊണ്ട് എന്തായാലും സംഖ്യകളെ നിങ്ങൾ നരകത്തിൽ പോകും. എല്ലാവരും എല്ലാവരും തള്ളാഹുവിന്റെ വഴിക്ക് വന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ നരകത്തിൽ പോകും. അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ചോളി. ഓക്കെ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഗുഹേഷിന് എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. നിങ്ങളുടെ വക അഭിനന്ദന പോസ്റ്റുകൾ എല്ലാവരും പരമാവധി ചെയ്യുക. ആ പയ്യനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക, അഭിനന്ദനങ്ങൾ കൊടുക്കുക. ഞാനും ആ കുട്ടിക്ക് എന്റെ എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും കൊടുക്കുന്നു. നമസ്തേ, നമസ്കാരം, ജയ് ഹിന്ദ്.